വിജ്ഞാനത്തിന്റെ വിസ്മയ ലോകം തുറന്ന് ഗുരുവായൂർ LF കോളേജിൽ നവീകരിച്ച ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. മൂന്ന് നിലകളിലായി 30,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനങ്ങളോടെയാണ് ലൈബ്രറി നവീകരിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഗാർഡൻ ലൈബ്രറിയും സജ്ജീകരിച്ചിട്ടുണ്ട്. വയലാർ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ E. സന്തോഷ് കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഡിജിറ്റൽ വിംഗ് സെർച്ച് ഡോമിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ലൈബ്രറിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചത്. ഗാർഡൻ ലൈബ്രറി ഫാദർ ഡോക്ടർ ജോൺ നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. കണിക്കൊന്ന മരവും അദ്ദേഹം നട്ടു. യോഗം E. സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ചരിത്രത്തിൽ 1455 വർഷം പ്രധാനമാണ്. ഈ പ്രധാനമായിട്ട് തട്ടാൻ യോഹന്നാസ് ഗുട്ടൻബർഗ് എന്ന് പറയുന്ന തട്ടാൻ ആദ്യമായിട്ട് ഒരു അച്ചടിക്കാനുള്ള യന്ത്രം കണ്ടുപിടിക്കുകയാണ്. അതുവരെയൊക്കെ ഒരു ഉടനായിട്ടുള്ള മരത്തിൽ എഴുതി ഉണ്ടാക്കി പതിപ്പുകൾ എടുക്കുകയായിരുന്നു. ഒരു പേജ് എടുക്കണമെങ്കിൽ ആ പേജിൽ അത് തൊട്ടി ഉണ്ടാക്കി അതിങ്ങനെ പതിപ്പെടുക്കുകയാണ്. പക്ഷേ ഈ അക്ഷരങ്ങളെ മാറ്റിവെക്കാവുന്ന അക്ഷരങ്ങൾ കണ്ടുപിടിച്ചത് ഈ മനുഷ്യനായിരുന്നു, യോഹന്നാസ് ഗുട്ടൻബർഗ് എന്നുള്ളത്. അദ്ദേഹം ഈ മുന്തിരിയൊക്കെ ചതയ്ക്കുന്ന ഈ പ്രസ്സുകളുണ്ട്, അത് ഉപയോഗിച്ചിട്ട് ഈ മാറ്റിവെക്കുന്ന ലിപികൾ വെച്ച് ഒരു പുസ്തകം അച്ചടിക്കാനായിട്ട് ആരംഭിച്ചു. ഈ പുസ്തകം പുതിയ നിയമമാണ്. പുതിയ നിയമത്തിന്റെ ഏതാണ്ട് 450 കോപ്പി അദ്ദേഹം അതുവരെയൊക്കെയുള്ള സന്യാസ മണ്ഡലങ്ങളിൽ വർഷങ്ങളോളം ഇരുന്ന് ഈ മൃഗത്തോലുകളെ എഴുതി കൂട്ടുകയായിരുന്നു. അതിന്റെ പാർശ്വത്തിൽ എന്ന് പറയും. അതിലുള്ള മൂന്നും സാധനങ്ങൾ എപ്പോഴും യൂറോപ്പിലൊക്കെ സൂക്ഷിച്ചിട്ട് യോഹന്നാസ് ഗുട്ടൻബർഗ് ആദ്യമായിട്ട് 450ഓളം ബൈബിൾ അച്ചടി 450 ഒരു 19 കോപ്പി ചെലവായിരുന്നു. അതെന്താ കാരണം അന്ന് അക്ഷരവിദ്യ അറിയുന്ന ആൾക്കാർ അത്ര പേരുണ്ടായിരുന്നു, ആർക്ക് വായിക്കാൻ അറിയില്ലേ. പക്ഷെ ഈ ബൈബിള് അച്ചടിച്ചതോടുകൂടി അതിവിപുലമായിട്ടുള്ള ഒരു വിപ്ലവത്തിന് തുടക്കമില്ല. ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷൻ M. കൃഷ്ണദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും കോളേജിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ലൈബ്രറികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷൻ M. കൃഷ്ണദാസിനും ചാവക്കാട് നഗരസഭാ അധ്യക്ഷ ഷീജ പ്രശാന്തിനും രേഖകൾ കൈമാറി. മാനേജർ സിസ്റ്റർ ഫോൺസി മരിയ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ J. ബിൻസി ലൈബ്രറി യാഥാർത്ഥ്യമായതിന്റെ നാൾവഴികൾ വിശദീകരിച്ചു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് P.N. പണിക്കരുടെ കൊച്ചുമകൻ ക്യാപ്റ്റൻ രാജീവ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. T.S. നിസാമുദ്ദീൻ, ഡോക്ടർ ജൂലി ഡൊമിനിക്, ലൈബ്രറിയൻ സിസ്റ്റർ ഡോക്ടർ ജോയ്സി, വൈസ് ചെയർപേഴ്സൺ അഞ്ജലി S. നായർ എന്നിവർ സംസാരിച്ചു.